അങ്ങനെ നമ്മുടെ ധ്യാൻ ശ്രീനിവാസനും സിജു വിൽസണും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന സിനിമ ഞാനിപ്പോൾ കണ്ടിറങ്ങി. സിനിമയുടെ ട്രെയിലറിൽ നിന്ന് തന്നെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം സിനിമയെ പറ്റിയിട്ട്. ഏകദേശം അതായത് ഒരു സാങ്കല്പിക ഗ്രാമം, ആ ഗ്രാമത്തിൽ മാതൃകാ പോലീസ് സ്റ്റേഷനുണ്ട്. അവിടെ ക്രൈം റേറ്റ് ഒന്നും നടക്കുന്നില്ല, അല്ലെങ്കിൽ വളരെ കുറച്ച് ക്രൈം റേറ്റാണ്. ഈ ഒരു പശ്ചാത്തലമൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഞാനൊരു പക്ഷേ കരുതിയത് നമ്മുടെ കോപ്സ് എന്നൊരു സ്വീഡിഷ് സിനിമയുണ്ട്, ആ ഒരു സിനിമയുടെ കഥയിലേക്ക് പോകുമോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇത് സിനിമ തികച്ചും വ്യത്യസ്തമായുള്ളൊരു കഥയാണിത്. സിനിമയുടെ ഫസ്റ്റ് ഹാഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കംപ്ലീറ്റ്ലി ഒരു സ്പൂഫ് ജോണറിലാണ് ഒരു കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഫസ്റ്റ് ഹാഫ്. വ്യക്തിപരമായിട്ട് എനിക്ക് സ്പൂഫ് അല്ലെങ്കിൽ കോമഡി അല്ലെങ്കിൽ ആ ഒരു ജോണർ ഭയങ്കര ഇഷ്ടമാണെങ്കിൽ കൂടെ ഇത് ഏകദേശം ഒരു ചളി നിലവാരത്തിലേക്കാണ് ഈ ഒരു ഫസ്റ്റ് ഹാഫ് മുഴുവനും സിനിമയിൽ പോയത്. അപ്പം പലയിടത്തും അത് കയ്യിൽ നിന്ന് പോയൊരു അനുഭവമായിരുന്നു എനിക്ക് തോന്നിയത്. അപ്പോഴത്തേക്കും ഇനി സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോഴത്തേക്കും എന്ത് വ്യത്യസ്തതയാണ് ഇവർ കാണിക്കാൻ പോകുന്നത് എന്നുള്ളൊരു സംശയം എനിക്കുണ്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി പിന്നെ ഒരു സിനിമയുടെ ട്രാക്ക് അങ്ങോട്ട് മാറുകയാണ്. പിന്നീട് കോമഡി എലമെൻറ്റ്സ് എല്ലാം കുറഞ്ഞ് വന്നിട്ട് പിന്നെ ഒരു ത്രില്ലർ ജോണറിലേക്ക് പോവുകയാണ് സിനിമ. അതിനുശേഷം നമ്മുടെ ഒരു എന്താ പറയുക, ഒരു സീറ്റ് എഡ്ജ് ത്രില്ലർ ഒന്ന് കംപ്ലീറ്റ്ലി പറയാൻ പറ്റുന്നില്ലെങ്കിലും കൂടെ തന്നെ ആ ഒരു നല്ല രീതിയിൽ തന്നെ ആ ഒരു എലിമെൻറ്റ്സ് എല്ലാം വർക്കൗട്ടാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു സിനിമയിൽ. ഇനി പെർഫോമൻസ് വൈസ് പറയുകയാണെങ്കിൽ എനിക്ക് സിജു വിൽസനെയാണ് കുറേ കൂടി ഇഷ്ടപ്പെട്ടത്. ധ്യാൻ ശ്രീനിവാസൻ ഒബ്വിയസ്ലി പുള്ളി നല്ല രീതിയിൽ അഭിനയിക്കാൻ കഴിവുള്ളൊരു നടനാണ്. പക്ഷേ ഒരിക്കലും ഒരു കഥാപാത്രത്തിലേക്ക് ഇറങ്ങി ചെന്നിട്ട് അല്ലെങ്കിൽ കഥാപാത്രത്തിന് വേണ്ടിയിട്ട് ഒരു ഫിസിക്കലി ഒരു ട്രാൻസ്ഫോർമേഷൻ നടത്തുകയോ അങ്ങനത്തെ ഒന്നും കഴിഞ്ഞ 8 വർഷങ്ങളായിട്ട് പുള്ളിയുടെ ഭാഗത്ത് നിന്ന് കണ്ടിട്ടില്ല. അപ്പോൾ പക്ഷേ അഭിനയത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് എന്തായാലും അദ്ദേഹത്തിന് കൂടുതൽ സംശയിക്കേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ആ ഒരു കഴിവുണ്ട്. അപ്പോൾ സിജു വിൽസൺ അദ്ദേഹത്തിൻ്റെ റോൾ മനോഹരമാക്കി. അതുപോലെ തന്നെ മറ്റ് താരങ്ങളെല്ലാവരും വന്നവരെല്ലാവരും അവർ പെർഫോമൻസ് നന്നാക്കിയിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിൽ ഈ ചളികൾ ഒഴിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഒരു സിനിമ കാണാം. അതായത് ഫസ്റ്റ് ഹാഫ് തീർത്തും നിരാശപ്പെടുത്തും എന്നല്ല പറയുന്നത്, അതും എൻജോയ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ അതും ആസ്വദിക്കപ്പെടുന്ന ഒരു പ്രേക്ഷകരുണ്ടാവും. പക്ഷേ ഞാൻ കണ്ട തിയേറ്ററിൽ എനിക്കത് വലിയ രീതിയിൽ വർക്കൗട്ടായില്ല, അല്ലെങ്കിൽ ഒരു ലാർജർ ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്ന് തന്നെയാണ് ഞാൻ കണ്ടത്. അവിടെ എല്ലാം ഒരു ചെറിയൊരു ഈ നുറുങ്ങ് തമാശകളോ അല്ലെങ്കിൽ ഫസ്റ്റ് ഹാഫിലെ ചളികൾക്കൊന്നും വലിയ നല്ലൊരു റെസ്പോൺസ് കിട്ടിയതായിട്ട് എനിക്കും തോന്നിയില്ല. അപ്പോൾ ഇതൊക്കെയായിരുന്നു സിനിമയെക്കുറിച്ചുള്ള ആകത്തുക എൻ്റെ ഒരു ഒപ്പീനിയൻ.